ജൂലൈ 2 എന്നോട് ആര് ജയിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ ഞാൻ കണ്ണടച്ചിട്ട് ലിവർപൂൾ ചാമ്പ്യന്മാരായിരിക്കും ആദ്യം എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ജയിക്കോ ഇല്ലയോ എന്നുള്ളത് പിച്ചിലല്ല തീരുമാനിക്കാൻ പോകണം, പിച്ചിന് അപ്പുറത്താണ്. എന്താ വെച്ചാൽ ഡിയോഗോ ജോട്ടയുടെ മരണത്തിന് ശേഷം അതെങ്ങനെ ടീം മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. പലപ്പോഴും പല ആൾക്കാരും ദുഃഖം പല രീതിയിലാണ് അവർ മാനേജ് ചെയ്യുക. അതപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ സർ ഗാർഫീൽഡ് സോബേഴ്സ് 1960 ഒരു കാർ അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കോളി സ്മിത്ത് എന്ന് പറഞ്ഞ വേറൊരു വെസ്റ്റ് ഇൻഡീസ് കളിക്കാരൻ മരണപ്പെട്ടു. അതിനുശേഷം സോബേഴ്സ് ഓരോ കളി കളിക്കാൻ പോകുമ്പോഴും പറയും, ഞാൻ 2 പേർക്ക് വേണ്ടി കളിക്കുക, എനിക്ക് വേണ്ടിയും കോളിക്ക് വേണ്ടിയും. അപ്പം ചില കളിക്കാർക്ക് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടും. അപ്പം ഈ ഗ്രൂപ്പ് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഉള്ള കളിക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസൺ 10 പോയിന്റിന് ജയിച്ച ടീമാണ്. അതൊന്നും കൂടി ശക്തമായിട്ടുണ്ട്. ഫ്ലോറിയൻ വേർട്സ് എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു തലമുറയിൽ വരുന്ന ഒരു ടാലൻ്റാണ്, അങ്ങനത്തെ ഒരു കളിക്കാരനാണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ലിവർപൂൾ തന്നെ ആദ്യം ജയിക്കണം. ഇപ്പം ആദ്യം ന്യൂകാസിൻ്റെ അലക്സാണ്ടർ ഇസാക്ക് ചിലപ്പോൾ വരുന്ന പറയുന്നുണ്ട് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യണതിന് മുമ്പ്. ഇവരൊക്കെ വന്ന് അവർക്ക് കളിക്കാൻ പറ്റണ പോലെ കളിച്ചാൽ തീർച്ചയായിട്ടും അവർ ചാമ്പ്യന്മാരായിരിക്കും.